അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. സ്വഹാബത്തെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ലഭിക്കാത്ത ആളുകൾ, റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം ലഭിക്കാത്ത ആളുകൾ ആരൊക്കെയാണെന്നറിയുമോ? സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂല് അതൊന്ന് പറഞ്ഞു തരുമോ? അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, സുഖ്തുല്ലാഹി വ സുഖ്തുൽ വാലിദൈൻ, റിളല്ലാഹി വ റിളൽ വാലിദൈൻ. മാതാപിതാക്കളുടെ കോപം അത് അള്ളാഹുവിൻ്റെ കോപമാണ്. മാതാപിതാക്കളുടെ തൃപ്തി അത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ്. മാതാപിതാക്കൾ കോപിച്ചിട്ടുണ്ടോ, അത് അള്ളാഹിൻ്റെ കോപമായിട്ട് കാണണം. മാതാപിതാക്കൾ നിങ്ങൾ കാരണം സന്തോഷിച്ചിട്ടുണ്ടോ, അത് അള്ളാഹിൻ്റെ സന്തോഷമായിട്ട് കാണണം. വേറൊരു കാര്യം, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നു, റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം അള്ളാഹുവിൻ്റേത് ലഭിക്കുകയില്ല. നിങ്ങൾക്ക് സന്തോഷം വരുമ്പോൾ, അത് ഏത് കാര്യത്തിലുമായിക്കോട്ടെ, ദുനിയവിയായ ഏത് കാര്യത്തിലുമായിക്കോട്ടെ, നിങ്ങൾ അള്ളാഹുവിനെ മറക്കുന്നു. മുസ്ലിം സമുദായം അള്ളാഹുവിനെ മറന്നിട്ട് ജീവിക്കുന്നു. നിങ്ങൾക്ക് പ്രയാസം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, സങ്കടം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, കടം വരുമ്പോൾ, പലിശയുടെ ഇടങ്ങേറ് വരുമ്പോൾ, ബുദ്ധിമുട്ടിൻ്റെ എല്ലാ മാറാപ്പുകളും വരുമ്പോൾ, ബാങ്കുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും, കടം വാങ്ങി കടം കൊടുക്കാതിരുന്നാൽ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നിങ്ങൾക്കൊരു പ്രതിസന്ധിയോ, ഒരു സങ്കടമോ, ഒരു ദുഃഖമോ, ഒരു കടമോ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടോ, ഇടങ്ങേറോ, പലിശയുമായിട്ടുള്ള എന്തെങ്കിലും ബന്ധമോ നിങ്ങൾക്കുണ്ടെങ്കിൽ, അതൊന്നും പരിഹരിക്കാൻ നിങ്ങൾ കഴിയുന്നില്ലെങ്കിൽ, യാ അല്ലാഹ് എന്ന് വിളിച്ച്